നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇംഗ്ലണ്ടിനെ വീഴ്ത്തി T20 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 4ാം T20 മത്സരത്തിൽ ത്രില്ലർ വിജയം നേടിയാണ് സൂര്യകുമാർ യാദവും സംഘവും പരമ്പര ഉറപ്പിച്ചത്. പൂനെയിൽ നടന്ന മത്സരത്തിൽ 15 റൺസിനാണ് ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ചത്. 182 റൺസ് വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഇംഗ്ലീഷ് പടയെ 19.4 ഓവറിൽ 166 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടാക്കി. ഇതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. ബൗളർമാരുടെ മികവിലാണ് ഇന്ത്യ കളി തിരികെ പിടിച്ചത്. അഭിഭാഷകർ ആരും ഹാജരായില്ല. ഹരികുമാർ 14 ദിവസത്തേക്ക് റിമാൻഡിൽ. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹരികുമാറിന് വേണ്ടി അഭിഭാഷകർ ആരും കോടതിയിൽ ഹാജരായില്ല. ഹരികുമാറിനെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെ മഹിളാ മന്ദിരത്തിൽ ചോദ്യം ചെയ്യുകയാണ്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഉൾവിളി തോന്നിയത് കൊണ്ടാണെന്നാണ് ഹരികുമാർ മൊഴി നൽകിയത്. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ വിശദീകരണം. എന്നാൽ പ്രതി അടിക്കടി മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. കായംകുളത്ത് യുവതിയെ പട്ടാപ്പകൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ 65കാരൻ അറസ്റ്റിൽ. കായംകുളം പുതുപ്പള്ളി മനേഷ് ഭവൻ വീട്ടിൽ മനോഹരനെയാണ് അറസ്റ്റ് ചെയ്തത്. പുതുപ്പള്ളി സ്വദേശിനിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. യുവതി കുളിച്ചിട്ട് മുറിയിലേക്ക് വന്ന സമയം പിറകിലൂടെ വന്ന് കട്ടിലേക്ക് തള്ളിയിട്ട ശേഷമാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. അപ്രതീക്ഷിതമായി വീടിനകത്ത് കയറിയ മനോഹരനെ കണ്ട് യുവതി ആദ്യം പകച്ചു. പിന്നീട് കടന്നു പിടിച്ചതോടെ യുവതി ബഹളം വെച്ചു. സംഭവം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് സംശയം. വയനാട് വെള്ളമുണ്ടയിൽ അതിക്രൂര കൊലപാതകം. UP സ്വദേശിയായ തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. മൂളിത്തോട് പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ UP സ്വദേശി മുജീബിനെ മുഹമ്മദ് ആരിഫ് എന്നയാൾ കൊലപ്പെടുത്തിയെന്നാണ് സൂചന. മൃതദേഹം ബാഗുകളിലാക്കി ഉപേക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹം ബാഗിലാക്കിയ നിലയിലാണ് മൂളിത്തോട് പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തിയത്. ചൂടിനൊരാശ്വാസം. മഴ തുടങ്ങി. വരും മണിക്കൂറിൽ 4 ജില്ലകളിൽ മഴ. കാലാവസ്ഥാ പ്രവചനം പോലെ തിരുവനന്തപുരം ജില്ലയിലടക്കം വൈകുന്നേരത്തോടെ മഴ തുടങ്ങി. തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഇന്ന് വൈകുന്നേരം നേരിയ തോതിൽ മഴ ലഭിച്ചത്. വരും മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. രാത്രി 9 മണിയോടെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ ഇടിമിന്നലോടുള്ള മഴയ്ക്കൊപ്പം 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ മഴ സാധ്യതയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്.